വാർത്തയിലേക്ക്. തൃശൂരിലെ കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജൻ പിടിയിൽ. കമ്മീഷണർ ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡിയിലെടുത്തത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ തെലങ്കാനയിൽ നിന്നാണ് പിടികൂടിയത്. അഖിലുണ്ട് വിവരങ്ങളുമായി. അഖിൽ, എപ്പോഴാണ് ഇയാളെ പിടികൂടിയത്? അനീഷ, ഇന്ന് ഇത്തരത്തിൽ തീക്കാറ്റ് സാജൻ ഹൈദരാബാദിൽ വെച്ച് പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാക്കുന്നത്. ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതിയുള്ളത്. ഈ തീക്കാറ്റ് സാജൻ നിലവിൽ തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും തൃശൂർ ഈസ്റ്റ് പോലീസ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഈ തെലങ്കാന പോലീസിനെ കൈമാറുകയുമായിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തു നിന്നും ഈ തെലങ്കാന പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എത്തിക്കുന്നത്. കമ്മീഷൻ ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്ന് കഴിഞ്ഞ ജൂലൈയിൽ പ്രതി ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. നിരവധി മോഷണ കേസുകളടക്കം പ്രതിയായിട്ടുള്ള ആളാണ് ഇയാൾ. ഈ മറ്റൊരു കേസിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ കമ്മീഷൻ ഓഫീസ് ബോംബ് വെച്ച് തകർക്കുന്ന ഭീഷണി മുഴക്കിയത്. അതായത് തന്റെ കൂട്ടാളികളായിട്ടുള്ള ചില കുട്ടികളെ പോലീസ് പിടിച്ചിരുന്നു. അതായത് ഈ തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ഒത്തുകൂടുകയുണ്ടായി ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ. അത്തരത്തിൽ ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ ഈ സംഘം ഒത്തുകൂടിയപ്പോൾ അതിലെ പോലീസ് ഇവരെ കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഭീഷണിയുമായി തീക്കാറ്റ് സാജൻ രംഗത്ത് വന്നത്. പിന്നാലെ തന്നെ പല തീക്കാറ്റ് സാജന്റെ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ തന്നെ പോലീസ് അന്വേഷിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ തെലങ്കാനയിൽ ഹൈദരാബാദിൽ ഉണ്ട് എന്നൊരു വിവരം ലഭിക്കുകയും ഈ പോലീസ് ഈ വിവരങ്ങൾ തെലങ്കാന പോലീസിനെ കൈമാറുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെത്തിക്കുന്നത്. കേരളത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടുന്നത് അങ്ങോട്ട് പോയിട്ടുണ്ട്. പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അനീഷ, ശരി. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.